വെണ്ടി പോകരുത്. വേറെ ആരുണ്ട് ഇവിടെ? ആരുമില്ല. നിന്റെ ഭർത്താവ് വന്നിട്ടില്ല. മറ്റാരുമില്ലേ? വേറെ ആരുമില്ലെന്ന്? മോളുണ്ട്. എവിടെ? എവിടെയെന്ന്? ബെഡ്റൂമിൽ. നടക്ക. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലൈറ്റ് ഓഫ് ചെയ്യൂ. ലൈറ്റ് ഓഫ് ചെയ്യാൻ. ശബ്ദിക്കരുത്. ഞാൻ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അത് നിറവേറ്റിക്കഴിഞ്ഞാൽ ഞാൻ പോയിക്കൊള്ളാം. അതുവരെ ഞാൻ ഈ മുറിയിൽ കഴിയും, നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം. ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവനോടെ കാണില്ല. ഓർമ്മിരിക്കട്ടെ എപ്പോഴും. No, get out. Get out. ഉറങ്ങിപ്പോയോ? കുറെ നേരം കാലം ഞങ്ങൾ ബെല്ലടിക്കുന്നു. മോളുറങ്ങിയോ? എന്താ നിനക്ക് സുഖമില്ലേ? മോളുടെ ചെവിവേദന എങ്ങനെയുണ്ട്? മോൾ ഉറങ്ങി.
ഡോക്ടറെ കാണിച്ചില്ലേ? ഉവ്വ്. ശ്രീയേട്ടാ, എന്താ ശല്യം? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കാര്യം എന്താണെന്ന് പറയൂ. ശ്രീയേട്ടാ, റാണി മോൾ. മോക്കെന്ത് പറ്റി? മോൾ എവിടെ? റാണി മോൾ. വേണ്ട, അങ്ങോട്ട് പോകരുത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോളിൽ ഒരാളുണ്ട്. ആര്? അറിയില്ല. അയാൾ മോൾ എന്തെങ്കിലും ചെയ്യും. മോളെ, റാണി മോളെ, മോളെ. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കരുത്. മോളെ, റാണി മോളെ. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കരുത്, പ്ലീസ്. റാണി മോളെ. മോളെ, റാണി മോളെ. ഇൻസ്പെക്ടർ, വാതിൽ തുറക്കരുത്. വാതിൽ തുറക്കാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. നീ മര്യാദക്ക് പുറത്തു വരണോ അതോ വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കണോ? വേണ്ട ശ്രീയേട്ടാ, അയാൾ മോളെ എന്തെങ്കിലും ചെയ്യും. വേണ്ട ശ്രീയേട്ടാ. എന്നെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ജീവനോട് കാണണമെങ്കിൽ ഇനി ഈ ഡോറിൽ തൊട്ടുപോകരുത്, മിണ്ടിപ്പോരുത്. ഒരു നിമിഷം കൂടെ നിനക്ക് ഞാൻ തരികയാണ്. അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണം. മോളെ, മോളെ, മോളെ. അടുത്ത പ്രാവശ്യം എന്റെ ഉന്നം തെറ്റില്ല. വേണ്ട ശ്രീയേട്ടാ, വാതിൽ തുറക്കണ്ട. നമ്മുടെ മോൾക്ക് എന്തെങ്കിലും. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ വന്നതല്ല. യാദൃച്ഛികമായി ഇങ്ങോട്ട് കയറിയതാണ്. നിനക്ക് എന്താ വേണ്ടത്? പോണം. 2 ദിവസം ഇവിടെ താമസിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം നിറവേറ്റാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കും. ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴൊരു സൗകര്യമായി തോന്നുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ എന്റെ റിവോൾവറിന്റെ തുമ്പിലാണെന്ന് ഓർമ്മ വേണം. വേണ്ട ശ്രീയേട്ടാ, പ്ലീസ് വരൂ. എന്തിനാ കരയുന്നത്? എന്റെ ഡാഡിയും മമ്മിയും എന്നെ തല്ലാറുണ്ടല്ലോ, എന്നിട്ട് അവരാരും കരയുന്നില്ലല്ലോ. അങ്കിൾ എന്തിനാ കരയുന്നത്? സാരമില്ല. ഐ എം സോറി മോളെ, ഐ എം സോറി. എന്താ രാജൻ, ഒരു ഫയറിംഗ് സൗണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടല്ലോ സാർ. ഇപ്പോ ഒരല്പം മുമ്പല്ലേ? അതെ, അത് ഞാൻ എന്റെ പിസ്റ്റൾ ക്ലീൻ ചെയ്തപ്പോ ഒരു കൈപ്പഴ പറ്റിയതാണ്. ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല.
എന്താ ചിരിച്ചത്? അല്ല, DSP ശ്രീകുമാർ സാറിന് കൈപ്പിഴയോ? അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് കേട്ടിട്ടില്ലേ? അതിരിക്കട്ടെ, ഈ അസമയത്ത് എന്താ ഈ വഴിക്ക്? ഈ ഏരിയയിൽ വെച്ചാണ് സാർ കോൺട്രാക്ടർ അഗസ്റ്റിനെ വെടിവെച്ചാൻ രക്ഷപ്പെട്ടത്. ഓ, അത് ശരി. ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാമെന്ന് കരുതി. സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. അനങ്ങരുത്. ആ തോക്ക് ഈ ടീപ്പായിൽ കൊണ്ടുവയ്ക്കാം. താങ്ക് യു. ഇതിന്റെ ബുള്ളറ്റ് തീർന്നുപോയി. I will not leave that bastard. ശ്രീയേട്ടാ പ്ലീസ്. DSP ശ്രീകുമാർ ആരാണെന്ന് അവൻ അറിയില്ല. Who the hell he thinks he is bastard? ശ്രീയേട്ടാ, ഞാനാണ് പറയുന്നത് പോകരുതെന്ന്. ശാലിനി, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിന്റെ ജീവനുമായി ഒരു റാസ്കൽ പന്താടുമ്പോ വെറും ഒരു മരപ്പാവെ പോലെ ഞാനിത് കണ്ടോണ്ടിരിക്കണമെന്ന് അവൻ പറയുന്നത്. Bastard, bloody son of a bitch. ശ്രീയേട്ടാ, ശരി, ശ്രീയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷേ ശ്രീയേട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിച്ച് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. നീ കരയാതെ. കരയാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. Bastard. Bloody bastard. Bloody bastard. വാതിൽ തുറക്കൂ. മോൾക്ക് ആഹാരം കൊടുക്കണം. മോൾക്ക് ആഹാരം കൊടുക്കണം. സോറി, ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മോളെവിടെ? മോളിവിടെ ഇല്ല. അങ്കിളിന്റെ വീട്ടിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി. എന്തായത് കൊച്ചുകുട്ടികളെ പോലെ? കരയാതെ. ഞാൻ പോയിട്ട് വേഗം വരാം. വിഷമിക്കാതെ. മറക്കണ്ട, മനസ്സിലായി. ഈ ശബ്ദം എവിടെയാണ് കേട്ടതെന്ന് ഞാൻ ഇത്രയും നേരം ഓർക്കായിരുന്നു. ശാലിനി, നിങ്ങളുടെ പ്രതികാരം ഇനി അവസാനിച്ചില്ലേ? നിങ്ങൾക്ക് ഇതുവരെ തൃപ്തിയായില്ലേ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രതികാരം തീരുമെന്ന് കരുതി. ഒരിക്കൽ എന്റെ ജീവിതം തകർത്തു. ഇനി എന്റെ കുടുംബജീവിതം
നശിപ്പിക്കാനുള്ള പുറപ്പാടാണോ? നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുമെന്ന് കരുതണ്ട. തീർന്നോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിന്നെ വിശ്വസിപ്പിക്കാനല്ല ഞാനിവിടെ വന്നെങ്കിലും ചില സത്യങ്ങൾ നീ അറിഞ്ഞേ തീരൂ. എനിക്ക് നിങ്ങളുടെ വിശദീകരണങ്ങളൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. നിന്റെ അച്ഛൻ എന്റെ അഭിമാനത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോഴും എന്റെ വ്യക്തിത്വത്തിൽ കൈവാരി തേച്ചപ്പോഴും ഞാൻ തിരിച്ചടിക്കാതിരുന്നത് പേരുമായിട്ടായിരുന്നില്ല. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്, നിന്റെ ഭാവി തകർത്തത് ഞാനാണ് എന്നായിരിക്കും കോടതിയുടെയും നിന്റെയും വിധി. പക്ഷെ നടന്ന സത്യങ്ങൾ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ എരിഞ്ഞിറങ്ങാൻ പോകുന്ന എന്റെ ശരീരത്തിൽ ആ രഹസ്യം ഒരു ഭാരമായി അവശേഷിക്കും. ശ്രദ്ധിക്കാൻ ഒരു നിമിഷം ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഒരേ ഒരു നിമിഷം.